رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അടിമകളോട് ഏറെ ഇഷ്ടവും സ്നേഹവുമുള്ള അൽവദൂദായ അടിമകളുടെ കുറവുകളും പോരായ്മകളും വിട്ടുവീഴ്ച ചെയ്യുന്ന, മാപ്പ് നൽകുന്ന അലഫുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും സാധ്യമായ രീതിയിൽ അത് നിലനിർത്തുവാനും ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, ഷഹ്റുല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. എല്ലാം അല്ലാഹുവിന്റെ മാസമാണ്. പക്ഷേ മുഹറം മാസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പേരതാണ് ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം. അപ്പോ ഓരോ മാസങ്ങൾക്കും അതിൻ്റെതായ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആദരിക്കുകയും അതിൽ ചെയ്യേണ്ട അമലുകളെ അത് യഥാർത്ഥ രീതിയിലും നിർവഹിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത. ആ നിലക്ക് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പുതുവർഷ, ഒരു പുതിയ ഹിജറ വർഷത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ആ മഹത്വം നമ്മള് മനസ്സിലാക്കി സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ സാധ്യമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ വന്ന ഒരായത്തും ആ ആയത്തിന്റെ ഒരു വിശദീകരണവുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി തൂബാ ലഹും വഹുസ്നു മആബ്. അല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾ, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പൊ ഈമാനും അല്ലാഹു വിശ്വസിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അല്ലാഹുവിന്റെ വിശ്വാസം മുതൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 6 പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങൾ, അതുകൂടാതെ ഹദീസുകളിലും മറ്റ് പ്രത്യേകമായ ഉപദേശങ്ങളിലും വന്ന അലീമാനു ബിദ്ഉ വസബ്ഉന ശുഅബ, 70 ചില്ലാൻ ശാഖകളാണ് എന്നൊക്കെ പഠിപ്പിച്ച ഹദീസുകൾ. എന്തെല്ലാം വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞോ അതൊന്നും സംശയമില്ലാതെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, ആ ഈമാന്റെ താല്പര്യമനുസരിച്ച് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾ, തൂബാലഹും, അതാണ് അവർക്ക് സർവമംഗളം. അല്ലാഹു അവരെ പ്രശംസിക്കുകയാണ്. തൂബ എന്ന ഇവിടെ അതിന്റെ തഫ്സീറില് ഈമാനും അമലു സ്വാലിഹാത്തുള്ള ആളുകൾക്ക് അവർക്ക് തൂബ ലഹും, അവർക്ക് തൂബയുണ്ട്. എന്താണ് ഈ തൂബ? റഈസുൽ മുഫസ്സിർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ഖുർറത്ത് അഅ്യുനാണ്, സമാധാനമാണ്, കൺകുളിർമയാണ്, ഫർഹലും സന്തോഷമാണത്. അതുകൊണ്ട് നോക്ക്, നിങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്
മുഅ്മിനല്ലാത്ത മനുഷ്യർക്ക് ശിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ദീനില്ലാത്ത അല്ലെങ്കിൽ മുഅ്മിനീങ്ങളല്ലാത്ത മനുഷ്യന്മാർക്ക് കിട്ടാത്ത പലതും ഈ ദുനിയാവിൽ കിട്ടണം. അത് സമ്പത്തിന്റെ കുറവുണ്ടെങ്കിലും സൗകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും എന്തെല്ലാം മറ്റുള്ളവർക്ക് കൂടുതൽ ഉണ്ടായിട്ടും നമുക്കൊന്നും ഇല്ലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമാധാനമുണ്ട്, അത് കിട്ടും. അത് കിട്ടണം. അത് ആ സന്തോഷ വാർത്തയാണ് അള്ളാഹു നിങ്ങൾക്ക് തൂബാലും അവർക്ക് സർവമംഗളം അള്ളാഹു പ്രശംസിക്കുകയാണ്. തഫ്സീറിൽ അതിന് വിശദീകരിച്ചവർക്ക് സമാധാനം, അവർക്ക് കൺകുളിർമയുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്. അവരുടെ മടക്കം അതിനേക്കാൾ നല്ലതാണ്. ഇനി വരാനിരിക്കുന്നത്, ഇനി ലഭിക്കാനിരിക്കുന്നത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും കൊതിച്ചിട്ടില്ലാത്ത, മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകാനുള്ളത്. അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ പ്രശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസയാണ്, അഭിനന്ദനങ്ങൾ, സർവമംഗളം, ഖൈറുണ്ടാകട്ടെ എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച, അഭിനന്ദിച്ച ഇത്തരം മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, നമ്മളെ നാട്ടിലെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആദരണീയനായ വ്യക്തിത്വങ്ങള് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു അമലിന്റെ പേരിൽ, ഒരു സൽക്കർമ്മത്തിന്റെ പേരിൽ നമ്മളൊന്ന് പ്രശംസിച്ചാല് അത് നേരിട്ടോ ഫോണിലൂടെയോ അതൊക്കെ വാർത്തയായി, ചാനലായി, പിന്നെ ഫേസ്ബുക്കിലായി, നമ്മളത് പത്രത്താണ് വർഷങ്ങൾ കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതിന് നിന്നാൾ പ്രശംസിച്ചൊക്കെ വീടുകളിലൊക്കെ ആ പ്രശംസ പത്രവും അടക്കം ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ആളുകൾ കാണാൻ കഴിയും. ഇനി പ്രശംസിക്കാൻ പോകുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആർക്കെല്ലാം എഴുതി ഒട്ടിക്കാൻ, ആർക്കെല്ലാം സ്വയം അഭിമാനിക്കാൻ കഴിയുമെന്ന് ഈ ഖുതുബ കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഈമാൻ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിലൊന്നാമത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, ഹദീസിന്റെ തുടക്കം ഇങ്ങനെയാണ്: എന്നെ കാണുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവർക്ക് സർവമംഗളം. അത് സ്വഹാബികളാണ്. അതറിഞ്ഞ സ്വഹാബികളിലേക്ക് പോകണം. അതേ ഹദീസിന്റെ മറ്റൊരു പദപ്രയോഗം, എന്നെ കണ്ട ആളുകളെ കണ്ട് വിശ്വസിച്ച ആളുകൾ അവർക്കും സർവമംഗളം. അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് താബിഈകളാണ്. പിന്നീട് വിശദീകരിച്ച മറ്റൊരു ഹദീസ് കാണാം, ഇതൊരു ഹദീസ്. മറ്റേ ഹദീസിൽ 7 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച സർവമംഗളം. അല്ലാഹു അവർക്ക് ഖൈർ നൽകട്ടെ, അവരെ കാര്യങ്ങൾ നന്നാക്കി തരട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്ന ഒരു പദം. എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചവർക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ കുറിച്ചാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള പ്രവാചകനെ കാണാതെ, പ്രവാചകനെ വിശ്വസിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചര്യകൾ സാധ്യമായ രീതിയിൽ നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളായ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ പ്രശംസിക്കുകയാണ്. കാരണം അവരുടെ മഹത്വം വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ അത്രമാത്രം ദറജയും മഹത്വവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. മറ്റൊരു ഹദീസ്, തൂബാ ലിമൻ ഹുദിയ ലിൽ ഇസ്ലാം വകാന ഐശുഹു കഫാഫൻ വഖനാ. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിച്ചവന് സർവമംഗളം. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്നും, അതുപോലെ തന്നെ നിരീശ്വര ചിന്തകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇസ്ലാമിലേക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ച ആളുകൾ, ഹിദായത്ത് ലഭിച്ച ആളുകൾ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഖുർആൻ തന്നെ പറയുന്നത്
മുഅ്മിനീങ്ങൾ അധികം പേരും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്നാണ് സൂറത്തുൽ യൂസുഫിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മുഅ്മിനീങ്ങൾ അതിലൊന്നും കൂടി ഹിദായത്ത് ലഭിച്ച അള്ളാഹ് നമ്മള് 17 തവണ അള്ളാഹിനോട് ചോദിക്കുന്നതാണ്. ആ 17 തവണ നമസ്കാരത്തിന്റെ അകത്തും പുറത്തും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഹിദായത്ത് ലഭിച്ച ആളുകൾ അവർക്ക് സർവ്വമംഗളം. അപ്പൊ അത് വലിയ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. മൂന്നാമത്തെ ഹദീസിൽ വകാന ഐശുഹു കഫാഫൻ വകനഅ, ഒരാൾക്ക് ജീവിച്ചു പോരാനുള്ള വിഭവങ്ങളും മതിയായുള്ള ജീവിത സൗകര്യങ്ങളുള്ള മനുഷ്യന്മാരെ അതിൽ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് സർവ്വമംഗളം. ഖനാഅത്ത് എന്നൊരു പദമുണ്ട്, നമ്മളത് വലിയ തൗഫീഖാണ്. കാരണം നമ്മള് അത് ഇസ്ലാമികപരമായ അറിവിലൂടെ വിജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ പരലോക ചിന്തയിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം ഖനാഅത്ത്, സംതൃപ്തി ഉണ്ടാകാൻ. നമുക്ക് കിട്ടുന്ന സാമ്പത്തികവും ഭൗതികവുമായ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ എന്താണ് അതങ്ങനെയാണ്. അതായത് ഒരാളുടെ ജീവിക്കാൻ ആവശ്യമായത് മതിയായി ഒരാൾക്ക് ലഭിക്കുന്നു. ദാരിദ്ര്യമില്ല എന്നാ പട്ടിണിയല്ല എന്നാ വലിയ ആർഭാടല്ല, അങ്ങനെ ജീവിച്ചു പോരാൻ പറ്റുന്നില്ല. അപ്പൊ അത് അൽഹംദുലില്ലാ മനസ്സനുസരിച്ച് സുഖാണോ എന്ന് ചോദിച്ചാല് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അതാണ് ഖനാഅത്ത്. അതുണ്ടെങ്കിൽ റസൂൽ അവർക്ക് പഠിക്കും. അതുപോലെ ഈ കേൾക്കുന്ന നമ്മളങ്ങനെ കേൾക്കണം, അത് വിശദീകരിച്ചെങ്കിലോ എങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ആ ആശംസയുടെ അർഹതയിൽ നമ്മൾ കൊടുക്കും. അതിനു വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജോലിയും നമ്മുടെ ഉപജീവന മാർഗത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നതിന് നമ്മൾ സംതൃപ്തനാണോ? അത്യാവശ്യം ജീവിച്ചു പോരാനുള്ള സാഹചര്യം അപ്പോ ചോദിച്ചാൽ എല്ലാ സൗകര്യങ്ങളും എന്നാലും എന്റെ ഒരു സമാധാനമില്ല, ഒരു പോരാ എങ്കിൽ ഈ ഖനാഅത്ത് അവർ നഷ്ടപ്പെട്ടു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചോദിക്കണം സുഖാണോ എന്ന് ചോദിക്കുമ്പോ മനസ്സറിഞ്ഞാൽ അങ്ങനെ പോകുന്നു എന്ത് പറയാനാ? ഇതൊക്കെയാണ് ആളുകളുടെ മറുപടി. അത് ഖനാഅത്ത് നഷ്ടപ്പെട്ട ആളുടെ സംസാരങ്ങളാണ്, അതുണ്ടാകുന്നത്. അപ്പോ ഒരു അല്ലാഹുവിനെ കുറിച്ച് ആ നൽകിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി മുന്നോട്ടാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹുദിന്റെ അമീറാണ്, ഐഹിക വിരക്തിയുടെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന് വേണ്ടി അങ്ങനെ ഒരുപാട് ദുആ ചെയ്ത് കാണാൻ കഴിയില്ല. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മുഅ്മിനീങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ഇസ്സത്തിന് വേണ്ടിയൊക്കെ ദുആ, സമ്പത്തിന്റെ വർദ്ധനവിന് വേണ്ടിയൊക്കെ റസൂലുള്ളാഹി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന എന്താ അറിയാം? നമുക്കറിയാം ഇവിടുത്തെ പ്രാർത്ഥന ഫലം പരലോകത്ത് ഒന്നാമതെത്തും. അതുകൊണ്ടാണ് അല്ലാഹു ഇജ്അൽ റിസ്കൻ ആലി മുഹമ്മദിൻ ഖൂത എന്നാണ് പ്രാർത്ഥന. അന്നേക്ക് മദീന, ഇന്ന് കഴിക്കാനുള്ള മദീന. നമ്മളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു അത് അത്രയാ ദർജയിലേക്ക് എത്തും. അല്ലാഹുമ്മ അഹീനി മിസ്കീൻ എന്നാണ് റസൂൽ ദുആ ചെയ്തത്. നമ്മള് മിസ്കീൻ പ്രാർത്ഥന മിസ്കീനാവും നമ്മൾ. പക്ഷെ മിസ്കീന്റെ ഫദ്ൽ എന്താ? സ്വർഗത്തിൽ ഒന്നാമതെത്തുന്ന ആദ്യം പ്രവേശിക്കുന്ന കൂട്ടത്തിലാണ് മിസ്കീനുകൾ. ഞാൻ പറഞ്ഞത് നമുക്ക് അല്ലാഹു നമ്മുടെ ആരോഗ്യത്തിലും നമുക്ക് നമുക്കൊരു അപകർഷതാബോധം ആളുകൾ നമുക്ക് നമ്മളെ പോരാൻ തോന്നുക, നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് പോരാൻ തോന്നുക. ഒരു തൃപ്തിയിലോ ഒന്നിലും, നമ്മുടെ ജോലിയിലോ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ മക്കളിലോ ഒന്നും ഒന്നില്ല. ഒരു മനസ്സംതൃപ്തി ഇല്ലാത്ത ഇങ്ങനെ എന്താ ചെയ്യുക, അങ്ങനെ പോവുക, അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോ കുട്ടികൾ മക്കളെ ഇങ്ങനെ പോകേണ്ടി ഇത് നഷ്ടപ്പെടാൻ അത് നമ്മൾ നേടിയ നമുക്കൊരു നമ്മളുള്ളതിൽ തൃപ്തിപ്പെടാനും അത് ചെയ്യാം. ഞാൻ പറഞ്ഞത് അത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ മനസ്സിന് സംതൃപ്തി എപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ, അല്ലാഹുവിനെ സ്തുതിക്കാൻ, എനിക്ക് ലഭിച്ചില്ല അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ വിശ്വാസികൾ നമുക്ക് കഴിഞ്ഞാലേ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് വിധേയരാകും. മൂന്നാമത്തെ ഹദീസിൽ തൂബൽ ലിമൻ മലക ലിസാന വവസിഅ ബൈത വബക അലാ ഖതിയ. ഇതിൽ മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്ന്, നാവിനെ അടക്കി നിർത്തുക, നാവിനെ നിയന്ത്രിക്കുക, നാവിനെ കീഴ്പ്പെടുത്തി വെക്കുക എന്നാണ് അവർക്ക് സർവമംഗളം. കാരണം
പരലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് വീഴുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് നാവാണ്. ഒരുപാട് അമലുസ്വാലിഹാത്തുകൾ ചെയ്ത മനുഷ്യന്മാർ പോലും ഒരുപാട് നിർബന്ധവും ഐച്ഛികവുമായ എന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ ടോപ്പ് ലെവലിലേക്ക് എത്തുന്ന അമലുസ്വാലിഹാത്തുകൾ ചെയ്ത ആളുകൾ പോലും നരകത്തിലേക്ക് പതിക്കുന്നത് അവിടെ നാവ് കൊണ്ടുള്ള ദുസ്വഭാവങ്ങളുടെ അല്ലെങ്കിൽ ആളുകളെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചതിന്റെ അശ്ലീലങ്ങളും വൃത്തികേടുകളും പറഞ്ഞതിന്റെ പരിമിതമായ ഫലം അവിടെ നന്മകൾ പോലും നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അപ്പോ അങ്ങനെ സറബറോ എന്ന് സംസാരിക്കുന്ന കുറെ സറസറാൻ സംസാരിക്കുന്ന വ്യക്തിയല്ല. സംസാരിക്കും അത്യാവശ്യമെങ്കിലും. അപ്പൊ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യണം? നമ്മുടെ നിയന്ത്രണം. കാരണം നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് ശരിയാണോ, നന്മയാണോ, പരലോകത്ത് കൂടിയുള്ളതാണോ എന്നൊരു മുൻപിൻ ചിന്തിക്കണം. കാരണം ഈ ലഫ്ലുകൾ രേഖപ്പെടുത്തുകയാണ്. അത് ആരോടാണെങ്കിലും, ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ആരോട് സംസാരിക്കുന്ന നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. കാരണം അതെന്തിനാ? അത് നമ്മൾ സ്വയം നമുക്ക് ഈ ഹദീസ് മോട്ടിവേഷനാണ്. എനിക്ക് വേണ്ടി റസൂല് ഞാൻ അങ്ങനെ പിന്നെ നമ്മൾ കേട്ടതൊക്കെ ആളുകൾ ചീത്ത പറഞ്ഞ മറുപടി പറയണ്ടാന്ന്. ഇതാ ജാഹിലും പലതും പറയും. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെല്ലാം മറുപടി കൊടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ആളുകളുടെ മുമ്പിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും കുടുംബത്തിന് മുമ്പിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ അയൽപ്പക്കത്തെ ആളുകൾ 10-15 ആളുകളുണ്ട് നമ്മളെ വഷളാക്കുന്നത്. എല്ലാത്തിനും നീ എന്ത് ചെയ്യണ്ട? ഖുർആന്റെ കൽപ്പനയാണ്. നീ അവിടെ മറുപടി പറയണ്ട. സലാം, അത് ഒഴിഞ്ഞു മാറി. കാരണം നിനക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. അപ്പൊ നാവിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന പോലെ എളുപ്പമല്ല, അത് കേൾക്കുന്ന പോലെ എളുപ്പമല്ല. അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി സർവ്വമംഗളം. മറ്റൊന്ന് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഫിത്തനകളും നാട്ടിലിറങ്ങി കുഴപ്പങ്ങളും ഫിത്തനകളും അനാവശ്യ കാര്യങ്ങളും ചെയ്ത് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോ ഒരു കൂട്ടം പാപങ്ങളുമായി വരികയാണ്, ഒരു കൂട്ടം തെറ്റുകളുമായി വരികയാണ്. അതിനേക്കാൾ ആ ഫിത്തനയിലെല്ലാം കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അവിടെ ഉള്ളതിൽ നമ്മള് അത് ആ ശീലങ്ങൾ മാറ്റണം. നമ്മളെ കണ്ട നമ്മുടെ മക്കൾ വളരുന്നത് എപ്പോഴാ ഉപ്പ് വരുന്നത് ഞാൻ കാണാറില്ല എന്ന് കുട്ടികൾ പറയുന്നു. ഉപ്പ് വരുന്നവരാണ് അവര്. ഇപ്പൊ പിന്നെ കുട്ടികളും ഉപ്പ് എല്ലാവരും പുറത്താണ്, ക്ലബുകളിലാണ്, നൈറ്റ് പാർക്കുകളിലാണ്. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും മാറണം. അപ്പൊ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ചോദ്യം അല്പം ഒരു മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശാ കഴിഞ്ഞാല് ഒരുപക്ഷെ ഒരുപാട് അടികൊണ്ട ആളുകൾ ഉണ്ടാവും. അപ്പൊ 12 മണി കഴിഞ്ഞാൽ പറഞ്ഞു വെക്കുന്ന ചാവി അവിടെ ഉണ്ട്, ഒന്ന് തുറന്നെടുക്കുക, അവരുടെ വരണം പോലും നമ്മൾക്കറിയാം. അത് പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളാണ് വീടുകളിൽ. അത് മാത്രമാണ് വീടുകളിൽ ആ വീട്ടിലെ സൗകര്യങ്ങൾ നമ്മള് ആ ഫിത്തനകളെല്ലാം സർവ്വമംഗളം. യാത്ര ഒരു ദീർഘദൂര യാത്ര പോയാലേ യാത്രാ ഉദ്ദേശം കഴിഞ്ഞ ഹദീസ് എന്താ? പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം. പിന്നെ അവിടെ എവിടെ തങ്ങിയിരിക്കരുത്. പിന്നെ കഴിഞ്ഞ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചോ, അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വീട്ടിലേക്ക് എത്തണം എന്നാണ് ഹദീസ്. അപ്പൊ അത് അതിന് നന്മയാണ്. പിന്നെ വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ ഉപദേശങ്ങൾ, ഇതെല്ലാം നമ്മുടെ വീട്. അങ്ങനത്തെ അത്തരത്തിൽ അതാണ് വെറുതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതല്ല, മറിച്ച് ആ സമയം കുറെ നന്മകൾ ഏർപ്പെട്ട ആ മക്കളും കുട്ടികളും ഭാര്യയും കുടുംബവുമായി അല്പസമയം ചെലവഴിക്കുക. അത് അവർക്ക് മംഗളം. കുറച്ചുകൂടി റാങ്ക് കൂടുന്ന ഓരോന്നിനോരോ മുതലാണ്. നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞവരാണ്. നമ്മൾ ഒരുപാട് സമയത്ത് കരഞ്ഞിട്ടുണ്ട്. നമ്മൾ കരഞ്ഞ നമുക്കറിയാം, സ്വന്തം ചെയ്ത പാപത്തെ ഓർത്ത് ആ പാപത്തിന്റെ പരലോകത്തുള്ള ശിക്ഷ ഭയന്ന്, ഖബറിലുള്ള ശിക്ഷ ഭയന്ന്, നരകം ലഭിക്കുമോ എന്ന് ഭയപ്പെട്ട് ഒരിറ്റു കണ്ണുനീര് പൊരിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ കണ്ണുനീരിന്റെ പ്രതിഫലം പൊമ്പിച്ചതാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി അവരെ പ്രശംസിച്ചു. സ്വന്തം പാപത്തെ ഓർത്ത്, നമ്മുടെ തെറ്റുകളെ ഓർത്ത് കരഞ്ഞ ഒരു കണ്ണുനീർ ഒഴുക്കിയ ആളുകൾക്ക് സർവ്വമംഗളം. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗം പറഞ്ഞത് അറിയാം. അള്ളാഹു ഓർത്ത് ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ച് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും. പരലോകത്ത്
കുറെ വിഭാഗം ആളുകളുടെ കണ്ണുകൾ എന്ന് വെച്ചാൽ കണ്ണുകൾ ഉദ്ദേശം ആ വ്യക്തി, അവിടെ കണ്ണുകൾ നരകം സ്പർശിക്കില്ല എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഹദീസിൽ ഉപയോഗിക്കപ്പെട്ട പദങ്ങളും ഇത്തരത്തിൽ ഹറാമുകളിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥിച്ച നല്ല മനുഷ്യന്മാരെ കുറിച്ച് പറയുന്ന ഹദീസ് നമുക്കുണ്ട്. പറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഈ ഹദീസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മളെ പ്രശംസിച്ച പറയുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസ്ന അമലുഹു. ഇതൊക്കെ സബബുൻ നുസൂലുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അതിനെ ഇതൊരു ചോദ്യ രൂപത്തിലാണ് ഹദീസിലൊക്കെ വരുന്നത്. ദീർഘായുസ് പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ, പ്രായമുള്ള ആളുകൾ നിസ്കരിക്കാൻ വരും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വരുമ്പോൾ അതിൽ കാണുമ്പോൾ, അപ്പൊ ഞാനൊരു ഭാഗത്ത് കബർ കുഴിക്കുകയാണ്. അപ്പൊ ആ കബർ കുഴിക്കുന്ന അവിടെ ആ മഹല്ലുകാരനെയാണ് കബർ കുഴിക്കുക, ആളെ ഏൽപ്പിക്കലല്ല. അപ്പൊ അവിടെ പ്രായം ചെന്ന ആ മഹൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് ആദ്യത്തെ വിട്ടുവെച്ച കബർ. അവിടെ അടുത്തൊരു മഹലിലുള്ള സംവിധാനമാണ്, അദ്ദേഹമാണ് ആദ്യം ഇത് തുടങ്ങിയിരിക്കുന്നത്. ഒരു കൊത്തു കൊത്തിയിട്ടാണ് ബാക്കി എന്ത് ചെയ്യാൻ. അപ്പൊ ഹദീസ് ലിമൻ തോല ആയുസ് നീട്ടി കിട്ടുകയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്ത ആളുകൾക്ക് തൂബ, അവർക്ക് സർവമംഗളം. അപ്പൊ പ്രായം കൂടുന്തോറും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടാൻ പള്ളിയിലൊക്കെ പിടിച്ചും വടി കുത്തിയിട്ടും അല്ലെങ്കിൽ മക്കളുടെ ഒപ്പവും അല്ലെങ്കിൽ പേരക്കുട്ടികളൊപ്പം ഇങ്ങനെ വരാൻ പള്ളിയിലേക്ക് എത്താൻ, അതുപോലെ നല്ല കാര്യങ്ങൾ ക്ലാസ്സുകളിൽ ജുമഴയിൽ അവർ നേരത്തെ എത്തുന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രസന്റ് അവരെ സാന്നിധ്യമുണ്ടോ, അവസരം കിട്ടുന്നുണ്ടോ എങ്കിൽ അവർക്ക് വേണ്ടിതാ ഈ സംസാരങ്ങൾക്ക് പ്രായമുള്ള ആളുകൾ ഉണ്ടാവും. ഒരു 60-70 എത്തിയ ആളുകൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആളുകൾ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അതെല്ലാവർക്കും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കുറെ ആളുകൾ യുവതികളൊക്കെ വലിയ ചിലപ്പോൾ ചെയ്യും, കുറെ കഴിയുമ്പോ പിന്നെ അവരെ കാണാനില്ല, പിന്നെ ആ സ്റ്റേജിൽ വരില്ല. അവരുടേതായ വീടിന്റെ മറ്റു അവരുടെ തൊടിയിലുണ്ട്, വീട്ടിലുണ്ട്, അവിടെ തിരുവിളൊക്കെ ഉണ്ട്, തൊടിയിലൊക്കെ ഉണ്ട്, പള്ളിയിലില്ലാത്തവർ. അപ്പൊ കാണണം സൽക്രമങ്ങൾ ചെയ്യുന്ന മജ്ലിസുകളിൽ, ഇൽമിന്റെ മജ്ലിസുകളിൽ പുണ്യപ്രവർത്തന സൽക്രം അവരുണ്ടാകണം. അവർക്ക് എന്താണോ കഴിയുന്നത്, ചിലപ്പോൾ അവിടെ സാന്നിധ്യമായിരിക്കും, പ്രാർത്ഥനയായിരിക്കും, ഞാൻ പറഞ്ഞേ തുടങ്ങി വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്തരത്തിൽ ദീർഘായുസ് ലഭിച്ചിട്ട് സൽക്രമങ്ങളൊന്നും ഇല്ലാതെ അവന് നഷ്ടമാണ്, അവന് സത്യത്തില് അവന് നാശമാണ്. അതൊക്കെ ഒരു ഓപ്പോസിറ്റ് ഹദീസാണ്. അപ്പോ പ്രായമുള്ള ആളുകൾ കേൾക്കുമ്പോ, പ്രായമുള്ള ആളുകൾ സൽക്രമം ഖുർആൻ ഓതിയും ദിക്ർ ചൊല്ലിയും അവർക്ക് നല്ല കാര്യങ്ങൾ പങ്കെടുക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ അതിൽ ബർക്കത്ത് നൽകാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹ് സർവ്വ മംഗളം എന്ന് പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فطوبى لمن جعل الله مفاتيح الخير على يديه. ചില ആളുകൾ നന്മയുടെ തുടക്കക്കാരുകളായിരിക്കും, നല്ല കാര്യങ്ങൾ തുടങ്ങി വെക്കുക, അവർക്ക് സർവമംഗളം. അപ്പൊ ഏത് പുണ്യപ്രവർത്തനത്തിന്റെ മുമ്പിലും ഒരാളുണ്ടാവും. അത് അവരെ മറക്കരുത്. അവരെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. അവർ ആ നന്മയുടെ ഒന്നാമത് തുടക്കക്കാരനാണ്. നമ്മൾ ഒന്നാമത് ബാങ്ക് കൊടുത്ത ആളാരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയണം, ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത് ബാങ്ക് കൊടുത്ത വ്യക്തി. ഒന്നാമത്തെ ജുമ എവിടെയാണ് തുടങ്ങിയത് എന്ന് നമ്മൾ ചോദിച്ചാൽ അറിയണം. ഒന്നാമത് പിന്നെ കൽപ്പന എവിടെയായിരുന്നു, ഇങ്ങനെ ഒന്നാമതുണ്ട്. ഒന്നാമത് സഹാബിയിൽ വിശ്വസിച്ച പുരുഷന്മാരെ വിശ്വസിച്ച ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ നിന്ന് ഒന്നാമതായി വിശ്വസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അലി ഇബ്നു അബീ ത്വാലിബ് ആണ്. നമുക്ക് ഒന്നാമത് വലിയ പ്രാധാന്യം, തുടക്കക്കാരൻ ഒന്നാമത്. അതെല്ലാ ഹദീസിലും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ എടുക്കുക, ഒരുപാട് മുഹാജിർ അൻസാർ ഉണ്ട്. പക്ഷേ ആ മുഹാജിർ അൻസാർ ആദ്യം വന്നവരുണ്ട്, തുടക്കക്കാരൻ. അവരുടെ ഫളിൽ, അതായത് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് മറ്റു യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളേക്കാൾ മഹത്വം കൂടുതലാണ്. നമ്മള് ഹദീസ് പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കളേക്കാൾ ഫളിൽ കൂടുതലാണ്. കാരണം അത് ഒരു തുടക്കവും അത് അത്യന്താവശ്യം ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു ഘട്ടമായിരുന്നു. അപ്പൊ തുടക്കക്കാർക്ക്, നന്മയുടെ തുടക്കക്കാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് പറയും. ഇപ്പൊ ഇന്ന് പള്ളിയുടെ സ്വതക്കയുടെ കളക്ഷന്റെ ദിവസമാണ്, പള്ളി പരിപാലനത്തിന് വേണ്ടി. ഇപ്പൊ ന്യൂസിലാസ് ചില സദസ്സിൽ വന്നാൽ സഹാബിയോട് പറയും, എന്താ വലിയ ഗോത്രാണ്, വലിയ പ്രയാസമാണ്, നിങ്ങൾ കഴി കിട്ടുന്നുണ്ട്, കഴിയുന്ന ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കണമെന്ന് പറയും.
അപ്പൊ അൻസാറിൽപ്പെട്ട സാഹിബ് ഓടിപ്പോയി ക്ലാസ് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹം ഒരു സഞ്ചി വേഗം കൊണ്ടുവന്നു ക്ലാസ്. റസൂലേ, അപ്പൊ റസൂല് പറഞ്ഞു, ഇനി ആരൊക്കെ കൊടുക്കുന്നുവോ അതിന്റെ കൂലി മുഴുവൻ ഇദ്ദേഹത്തിന് കിട്ടുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവസ്ഥ ആദ്യം ബോക്സിൽ ഇട്ടാല് ഒന്നാമത് ഇട്ട ഇന്നത്തെ വെള്ളിയാഴ്ച മുഴുവൻ കൂലി വാങ്ങി. അത് ആരാഴ്ച മത്സരിച്ചോളി. ഒന്നാമത് നമ്മൾ കിട്ടാം അതിന്റെ കൂലി മുഴുവൻ കിട്ടുന്നതാണ്. നമ്മുടെ ബാങ്കിന്റെ കൂലി ബാങ്ക് കൊടുത്താല് ആ മജ്‌ലിസ് ആരൊക്കെ ജമാഅത്തിന് പങ്കെടുക്കും അവരുടെ മുഴുവൻ പ്രതിഫലം ബാങ്ക് കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ നന്മയുടെ തുടക്കം എവിടെയും ഒരു നല്ല കാര്യം. ഫിത്തനയ്ക്ക് തുടക്കം കുറിച്ചിട്ട് മക്കള് ഇനി ഒരു തലമുറ ഈ ഫ്ലക്സ് അല്ല ഉണ്ടാക്കുക. അപ്പൊ ഒരു ഫിത്തനയ്ക്കാണ് അവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി വലുപ്പം കൂടും. ഇനി നമ്മുടെ മഹല്ലുകൾ പോരാ, കഴിഞ്ഞ വർഷം ആ മഹല്ലിൽ ഇത്ര വലുപ്പമുണ്ട്, നമ്മൾ അടുത്ത് തകർക്കണം. അത് ഫിത്തനയുടെ ഒരു നന്മയുടെ അല്ല, അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ മക്കൾ നന്മയുടെ തുടക്കക്കാരായി മാറണം. നമുക്ക് കഴിയും. നമ്മള് നല്ല കുട്ടികളാണ്. അവരൊന്നൊന്ന് അവർക്ക് വേണ്ട ചെറിയ നിർദ്ദേശങ്ങൾ ഓരോ മഹല്ലും കൊടുത്താല് അവർ ആ വഴിക്ക് തിരിച്ചു വിടും. പക്ഷെ അവരെ നിയന്ത്രിക്കുന്ന പലതും സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് ഉണ്ടായ ദൂഷ്യഫലങ്ങളാണതല്ല. സമ്പത്തും സമയവും അധ്വാനവും ആരോഗ്യവും എല്ലാം കുറച്ച് സമയങ്ങളിൽ വഴി തിരിച്ചു വിടാണ്. സഹോദരങ്ങളെ, പറഞ്ഞത് നന്മയുടെ തുടക്കക്കാരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. തിന്മയുടെ കൂട്ടുകളാകാൻ, തിന്മ നിശേഷം ഇല്ലാതാക്കുന്ന ആളുകളായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ചില ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് ഇസ്തിഗ്ഫാർ. തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. പാപമോചന പ്രാർത്ഥന അധികരിപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പോരായ്മകൾ, ചിലപ്പോൾ കുടുംബത്തില്, സമൂഹത്തില്, നമ്മൾ ഓരോ രംഗത്തും നമുക്ക് പോരായ്മ ഉണ്ടാവും, വീഴ്ചയുണ്ടാവും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. നിങ്ങൾ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തുക. ഞാൻ തന്നെ 100 തവണ പശ്ചാത്തപിക്കുന്നുണ്ട്. 100 തവണ പാപമോചനം. ഞാനെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റ് ചെയ്യാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ 100 എങ്കിൽ പോരായ്മകൾ വീഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മള് ഏറ്റവും ചുരുങ്ങിയ പദാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ പാപം എനിക്ക് ഞാൻ നിന്റെ പൊറുക്കലിന് തേടുന്നു, എന്റെ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയതാണ്. അതിന്റെ എങ്ങനെ ഓരോ പദങ്ങളും കൂടിയും കുറഞ്ഞുകൊള്ളുന്നുണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, പഠിക്കാത്തവരുണ്ട്. അത് നോക്കിയെങ്കിലും ഒരു ദിവസം 2 തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് സയ്യിദ്. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവെന്നാണ് അതിന്റെ പേര്. സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും ഓരോ പ്രാവശ്യം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഈമാനോടുകൂടി യക്കീനോടുകൂടി നിങ്ങൾ ചൊല്ലി അസറിന് ചൊല്ലി സുബി ആവുമ്പോഴേക്ക് മരിച്ചാൽ, സുബിക്ക് ചൊല്ലി അസറാവുമ്പോഴേക്ക് മരിച്ചാല് അവർക്ക് സ്വർഗം നിർബന്ധമാണ്. സ്വർഗം ഉറപ്പായി. അതുകൊണ്ട് അത് നമ്മൾ മിസ്സാക്കരുത്. അപ്പൊ റസൂൽ പറയുന്നത് ഒരാളുടെ പേജിൽ, കാരണം നമ്മൾ ചൊല്ലുന്നത് പ്രാർത്ഥനകൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന പദം അത് അധികരിപ്പിക്കുന്ന ആളെ പരലോകത്ത് നമുക്ക് കാണും. നമ്മുടെ ആ ഏടുകൾ, നമ്മുടെ പേജുകൾ നമുക്ക് തരും. ഹദീസ് മറ്റു ഹദീസിൽ വിശദീകരിക്കുന്നു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഏടുകൾ, നിങ്ങളുടെ കർമ്മരേഖകളിൽ കാണുമ്പോൾ അതിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണും. നിങ്ങൾക്ക് നാളെ കാണും നിങ്ങൾ പേജുകൾ കാണുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ, അത് ഒരു മനസ്സിന് ഒരു ആനന്ദം ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അപ്പൊ നമ്മുടെ മനുഷ്യരാണ്, നമ്മൾ പഠിക്കണം. ഓരോ നമസ്കാരം നല്ലൊരു ഇബാദത്ത് കഴിഞ്ഞിട്ടാണ് ഒരു തെറ്റിയിട്ടല്ല, നമസ്കാരം നല്ലൊരു ഇബാദത്ത് കഴിഞ്ഞിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. കാരണം എന്താ? ആ നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ, എന്തെങ്കിലും വീഴ്ചകൾ നടത്തി പുറത്തേറേതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രാർത്ഥന ഒരു സ്ഥലത്തിൽ അതുകൊണ്ട് പ്രാർത്ഥന അധികരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക്, ആശംസയ്ക്ക്, പ്രശംസയ്ക്ക് അർഹരാകുന്ന സൽക്കർമ്മങ്ങളിൽ ഒഴുകാൻ, അധ്വാനിക്കാൻ, പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിർദ്ദേശങ്ങളും
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം മാസത്തിലെ മുഹറം 9, 10 ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതകളില്ലാത്ത ഒരുപാട് ചരിത്രത്തിന് സാക്ഷികളായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് തന്നെ മുഹറം 10 നോമ്പ് റസൂൽ എടുത്തിരുന്നു. ഖുറൈശികൾ എല്ലാവരും എടുത്തിരുന്നു. എന്താണ് ഇതിന്റെ റീസൺ എന്ന് എനിക്കറിയില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ എടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും നോമ്പെടുത്തിരുന്നു. മദീനയിലെത്തിയ ഒന്നാമത്തെ വർഷത്തിൽ പോയി എടുത്തിരുന്നു. മദീനയിലെത്തിയപ്പോ യഹൂദികൾ ഒരു ധാരാളമുണ്ട്. അപ്പൊ അവരെ കണ്ടപ്പോൾ അവരും ഇതേ ദിവസം നോമ്പെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ചോദിച്ചത്, എന്താണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്ന് യൗമുൽ സ്വാലിഹ്, നല്ലൊരു ദിവസമാണ്. മൂസാന്റെ നബിയുടെ ആളുകളെ രക്ഷപ്പെടുത്തുകയും ഫിറോൻ അല്ലാഹു മുക്കി നശിപ്പിക്കുന്ന ദിവസമാണ്. അന്ന് മൂസാ നബി നോമ്പെടുത്തു എന്നാണ് അവർ കൊടുത്ത മറുപടി. അവർ പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് കടമപ്പെട്ടവൻ അവകാശപ്പെട്ട ഞാനാണ്. നബിമാരും ഒരേ ദീനാണ്, എല്ലാ നബിമാർക്കും ഒരേ വഹിയാണ്. അതുകൊണ്ട് ഞാനാണ് മൂസാ നബിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ അർഹൻ. ഉടൻ തന്നെ കരുതി. അപ്പോ സ്വഹാബികൾ റസൂലെ അവരെ പോലെ അതേ ദിവസം നമ്മളും അവിടെ റസൂൽ പറഞ്ഞത് എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഹദീസിന്റെ അവസാന ഭാഗത്താണ് പിന്നീട് ചോദിക്കുന്നത്. അപ്പൊ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ അടുത്ത വർഷം കൂടി മുഹറം 9 കൂടി നോമ്പെടുക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത വർഷം ആകുമ്പോഴേക്കും റസൂൽ മരണപ്പെടുകയാണ്. പക്ഷെ റസൂലിന്റെ ഖൗല് സുന്നത്താണ്. അതുകൊണ്ടാണ് മുഹറം 9, 10 വലിയ പുണ്യകരമായി അത് ചരിത്രത്തിൽ വിശാലമായി വിശദീകരണം വരും. അള്ളാഹു കൂടുതൽ സൽക്കർമ്മങ്ങൾ ചില അവസരങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് മാത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും കുടുംബജീവിതത്തിലും സമ്പത്തിലും ജോലിയിലും ഖൈറും ബർക്കത്തും നിഅമത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതുമുള്ള മുസീബത്തുകളിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى من الجنه، اللهم انا نسالك الفردوس الاعلى من الجنه، اللهم انا نسالك الفردوس الاعلى من الجنه. ربنا تقبل دعاء انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على نبينا محمد وعلى اله وصحبه اجمعين.